ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചിക്കൻ കറികളുടെ ടേസ്റ്റിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന റെസിപ്പിയായ മുഗളായി ചിക്കനാണ്. പക്കാ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ചെയ്യുന്നൊരു ചിക്കൻ റെസിപ്പിയാണിത്. അപ്പത്തിനും ഇടിയപ്പത്തിനും പൊറോട്ട, നാനി, ചപ്പാത്തി എന്ന് വേണ്ട എല്ലാത്തിൻ്റെ കൂടെയും ഇത് സൂപ്പർ കോമ്പിനേഷനാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ക്രീമി ആയിട്ടുള്ളൊരു കറിയാണ്. മുഗളായി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലെ വെള്ളമൊക്കെ നന്നായി വാർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ലെഗ് പീസിലൊക്കെ നന്നായി ഉപ്പും പുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇനി നമുക്ക് ഈ റെസിപ്പിയിലേക്ക് വേണ്ടത് കുറച്ച് ടൊമാറ്റോ പ്യൂരിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഒന്ന് സ്റ്റീം ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ തക്കാളിയുടെ സ്കിന്ന് റിമൂവ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഈ ടൊമാറ്റോ പ്യൂരിക്ക് നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇപ്പം ഞാനിത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് 4 മീഡിയം സൈസിലുള്ള സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സവാള നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായതുകൊണ്ട് വളരെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം സവാള നന്നായിട്ടൊന്ന് ഇതുപോലെ തിരുമ്മിയെടുക്കുക. ഇങ്ങനെ ചെയ്താൽ സവാള പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇനി നമുക്ക് ഈ സവാള ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുമ്പോൾ സവാള ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ സവാള കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. സവാള ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളറാക്കൊന്നും വേണ്ട കേട്ടോ. ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോൾ എണ്ണയിൽ നിന്നും കോരിയെടുക്കുക. എണ്ണയിൽ നിന്നും കോരിയെടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളറാക്കിയാൽ സവാള ചൂടാറി കഴിഞ്ഞാൽ കൂടുതൽ ഡാർക്ക് ബ്രൗൺ കളറാകും. അപ്പോൾ കറിക്ക് നല്ലൊരു കളറും നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റും കിട്ടൂല. അപ്പോൾ നിങ്ങൾ സവാള ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കൂടുതൽ ബ്രൗൺ കളറാകാതെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇത് കണ്ടോ, ഞാനിവിടെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറിൽ സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. സവാള ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ പരത്തിയിട്ട് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ മുഴുവൻ സവാളയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ സവാള ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം 12 കാഷ്യൂനട്ട് 1 മണിക്കൂർ മുമ്പ് സോക്കാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ ആ കാഷ്യൂനട്ട് വെള്ളമൊന്നുമില്ലാതെ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ വെള്ളം കളയരുത് കേട്ടോ, ഇത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. അതുപോലെ കുറച്ച് ബദാമും സോക്ക് ചെയ്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഞാൻ വെള്ളമൊന്നുമില്ലാതെ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നിങ്ങളുടെ അടുത്ത് ബദാം ഇല്ലെങ്കിൽ അപ്പോൾ കുറച്ച് കൂടുതൽ കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ ആദ്യം ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ അരഞ്ഞ് കിട്ടുക. ഇനി നമുക്കിത് നല്ലൊരു ക്രീമി പരുവത്തിൽ അരച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ കാഷ്യും ബദാമൊക്കെ സോക്ക് ചെയ്ത് വെച്ച വെള്ളം മാറ്റി വെച്ചില്ലേ, ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത സവാള ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിൽ ഫ്രൈ ചെയ്തെടുത്തത് കൊണ്ടാണ് ഈ പേസ്റ്റ് നല്ലൊരു ക്രീം കളറിൽ കിട്ടിയിട്ടുള്ളത്.
ഇങ്ങനെ കിട്ടാനാണ് സവാള കൂടുതൽ ബ്രൗൺ കളർ ആക്കരുത് എന്ന് പറഞ്ഞത്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്തെടുത്ത അതേ പാനിൽ തന്നെയാണ് ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാൻ ഈ ഓയിലിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗീ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ്റെ കഷ്ണങ്ങൾ മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ചിക്കൻ്റെ കഷ്ണങ്ങൾ കുക്ക് ചെയ്തിട്ടെടുക്കുക. ചിക്കൻ്റെ ഒരു വശം ഫ്രൈ ആയിട്ട് വന്നാൽ തിരിച്ചിട്ട് കൊടുത്ത് മറുവശവും ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഈ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഒരു ഹാഫ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ കഷ്ണങ്ങളൊക്കെ പാനിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ മാറ്റി വെക്കുക. അതിനുശേഷം ഈ എണ്ണയിലേക്ക് ഒരു തക്കോലം, 3 ഗ്രാമ്പു, ഒരു 3-4 ഏലക്ക, 2-3 പീസ് കറുവപ്പട്ടയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ നോർമൽ മുളക് പൊടി, 2/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പൊടികളുടെ ഒക്കെ റോ ടേസ്റ്റ് പോകുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം ഈ ചിക്കനും പൊടികളും എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ചിക്കനും പൊടികളും എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് കൂടി ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച സവാളയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഈ പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈരെടുത്ത് അതിൻ്റെ കട്ടകളൊക്കെ ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് ഉടച്ചതിന് ശേഷം ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് ഈ കറി ഇതിലും കൂടുതൽ റിച്ച് ആക്കണമെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഈ കറിയിൽ സവാള ഫ്രൈ ചെയ്തതും കാഷ്യൂ നട്ട്സും ബദാമും അരച്ച് ചേർത്ത് കൊടുത്തത് കൊണ്ട് ഈ കറി നല്ല റിച്ച് ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറി തന്നെയാണ്. ഇനി ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഈ ജാറൊന്ന് ചുറ്റിച്ചതിന് ശേഷം ആ വെള്ളവും ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ കറി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു 10-12 മിനിറ്റ് നേരം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ കറിയിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഈ കറി നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കറിയിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി, അതായത് ഉലുവയുടെ ഇല ഉണക്കിയത്, അത് കയ്യിലിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നോർത്ത് ഇന്ത്യൻ കറികളിലൊക്കെ കസൂരി മേത്തി ചേർക്കാറുണ്ട്. കസൂരി മേത്തി ചേർത്താലാണ് കറക്റ്റായിട്ടുള്ള നോർത്ത് ഇന്ത്യൻ കറികളുടെ ഫ്ലേവർ ഈ കറിക്ക് കിട്ടുക. അപ്പോൾ നമ്മളിതിൽ കസൂരി മേത്തി ചേർത്തത് കൊണ്ട് ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. കസൂരി മേത്തി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുഗളായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഈ കറി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. ഞാനിത് ഭട്ടൂരയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്.
ഈസ്റ്റ് ചേർത്തും ഈസ്റ്റ് ചേർക്കാതെയും ഉണ്ടാക്കിയ 2 ഭട്ടൂരയുടെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ആളെന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി വീണ്ടും വരാം. താങ്ക് യു.